chocolate. ലാമി, ലുവായ്, സെയിം, പപ്പ ഓഫീസിലേക്ക് ഇറങ്ങുകയാണേ. എനിക്ക് പെയിന്റിംഗ് ബ്രഷ്. കണ്ടോ, ലാമിയാണ് നിങ്ങളെക്കാൾ കുറെ കൂടി നല്ല ആവശ്യം പറഞ്ഞത്. താങ്ക് യു പപ്പ. ചോക്ലേറ്റ് എന്താ മോശമാണോ? അങ്ങനെയല്ല, നിങ്ങൾ ചോക്ലേറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ലാമി ചോദിച്ചത് എന്താ? പെയിന്റിംഗ് ബ്രഷ് അല്ലെ? അവൾക്കാണ് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് തോന്നിയത്. എന്റെ പപ്പയ്ക്ക് എന്തറിയാം? ഇതെല്ലാം ലാമിയുടെ ബുദ്ധിയല്ലേ? അതെ, പപ്പ ഞങ്ങൾക്ക് ചോക്ലേറ്റ് തരും, ലാമിക്ക് പെയിന്റിംഗ് ബ്രഷും കൊടുക്കും. അതെ, പക്ഷേ ലാമി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങി കഴിക്കും. അപ്പോൾ ലാമിക്ക് ചോക്ലേറ്റുമായി പെയിന്റിംഗ് ബ്രഷുമായി. ഞങ്ങൾക്ക് ചോക്ലേറ്റ് മാത്രം, പെയിന്റിംഗ് ബ്രഷ് പകുതി മുറിച്ച് വാങ്ങാൻ കഴിയില്ലല്ലോ. ശരിയാണോ ലാമി? അതിനെന്താ കുഴപ്പം? അല്പം ബുദ്ധി കൂടുതലുണ്ടാകുന്നത് അത്രയ്ക്ക് മോശമാണോ? അത് കലക്കി. എങ്കിൽ ശരി, ഞാൻ ഇറങ്ങുന്നു. ബൈ പപ്പ. ബൈ. ഇതാരാ സൈക്കിൾ റോഡിൽ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത്? ആരാണ് ഈ ബനാന ഐലൻഡിൽ ഇത്രയും മാനേഴ്സ് ഇല്ലാത്ത വ്യക്തി? നാശക്കാലത്ത് തന്നെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോരുത്തർ ഇറങ്ങിക്കോളും. ഉടമസ്ഥനെ കണ്ടിട്ട് നല്ല രണ്ട് പറയണമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, കാത്തിരിക്കാൻ ടൈമില്ലല്ലോ. ഞാൻ തന്നെ എടുത്ത് മാറ്റിയേക്കാം. തൊട്ടുപോരുത്, തട്ടിക്കളയും ഞാൻ. അതാരാ? ഓ, ബാസ്റ്റിൻ, താനായിരുന്നോ? അതെ, ഞാൻ തന്നെ. വെറും ബാസ്റ്റിൻ അല്ല, ഗുണ്ട ബാസ്റ്റിൻ. താങ്കളി കാണിച്ചത് ഒട്ടും നല്ലതല്ല. ദയവായി സൈക്കിൾ എടുത്ത് മാറ്റൂ, എനിക്ക് പോവാൻ തിരക്കുണ്ട്. ആജ്ഞാപിക്കുന്നു, അതും ഈ ഗുണ്ട ബാസ്റ്റിനോട്? നോ, ഞാൻ റിക്വസ്റ്റ് ചെയ്തതാണ്. ദയവായി ഈ സൈക്കിൾ ഒന്ന് മാറ്റൂ. മാറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ എടുത്തു മാറ്റും. എന്താ സംശയമുണ്ടോ? എന്റെ സൈക്കിളിലെങ്ങാനും കൈ വച്ചാൽ തന്റെ വായിൽ പല്ല് കാണില്ല. പ്ലീസ്, നിങ്ങൾ ഇങ്ങനെ വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത്. മിസ്റ്റർ, ഞാനൊരു ഗുണ്ടയാണ്. ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഗുണ്ടയാണെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് എന്താ? ഓഹോ, അപ്പോൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുകയാണല്ലേ? സോറി, നിങ്ങൾ വേറെ ആളെ നോക്ക്, ഞാൻ വേറെ റൂട്ടിൽ പോയിക്കോളാം. അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ സൈക്കിൾ മാറ്റുമെന്നല്ലേ പറഞ്ഞത്? അത് മാറ്റിയിട്ട് പോയാൽ മതി. ഞാനൊരു പ്രശ്നത്തിനില്ലെന്ന് പറഞ്ഞില്ലേ? എന്നെ വെറുതെ വിട്ടേക്കൂ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. സൈക്കിൾ എടുത്ത് മാറ്റാനാ പറഞ്ഞത്. ഇടിച്ച് പല്ല് ഞാൻ കുടിക്കും. എനിക്ക് സൗകര്യമില്ല. എങ്കിൽ ഇതാ പിടിച്ചോ. പപ്പ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? അയ്യോ പപ്പ, ഇതെന്ത് പറ്റി? ആക്സിഡന്റ് വല്ലതും ഉണ്ടായോ? ദേ, മൂക്ക് ചുവന്നിരിക്കുന്നു. ആക്സിഡന്റ് അല്ല മക്കളെ, അത് ആ ബാസ്റ്റിൻ. അവൻ. ഓ, ബാസ്റ്റിൻ, താനായിരുന്നോ? ദയവായി സൈക്കിൾ എടുത്ത് മാറ്റൂ, എനിക്ക് പോവാൻ തിരക്കുണ്ട്. മാറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ എടുത്തു മാറ്റും. എന്താ സംശയമുണ്ടോ? എന്റെ സൈക്കിളിലെങ്ങാനും കൈ വച്ചാ തന്റെ വായിൽ പല്ല് കാണില്ല. എന്റെ സൈക്കിൾ മാറ്റുമെന്നല്ലേ പറഞ്ഞത്? അത് മാറ്റിയിട്ട് പോയാൽ മതി. ഞാനൊരു പ്രശ്നത്തിനില്ലെന്ന് പറഞ്ഞില്ലേ? എങ്കിൽ ഇതാ പിടിച്ചോ. അപ്പോ അവൻ എന്റെ മുഖത്ത് ഒറ്റ ഇടി വെച്ച് തന്നു. എന്നിട്ട് അവനിട്ട് രണ്ട് കൊടുക്കാതെ പപ്പ ഇങ്ങ് വന്നല്ലോ. അയ്യേ സെയിം, എന്താ ഇത്? അയാൾ ഗുണ്ടയാ? അതെ, ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ട് ഇങ്ങനെയെങ്കിലും വരാനായി. എനിക്കിതങ്ങനെ ക്ഷമിക്കാൻ കഴിയില്ല. നിങ്ങളിങ്ങ് വന്നേ. സെയിം, വേണ്ട. നിങ്ങളിങ്ങ് വന്നേ. പപ്പ പ്ലീസ്, എന്നെ തടയരുത്. നിങ്ങളോടല്ലേ വരാൻ പറഞ്ഞത്. സെയിം, നീ പേടിയാണെങ്കിൽ വരണ്ട, ഞാൻ തനിച്ച് പോയിക്കോളാം. നിൽക്ക്, ഞങ്ങൾ വരുന്നു. എന്റെ പപ്പയെ തല്ലിയിട്ട് അവന്റെ ഒരു ഇരുത്തം. നീ എന്തിനാ ഞങ്ങളെയും കൂട്ടി ഇവിടേക്ക് വന്നത്? ഓമനിട്ട് എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കണം. ഹാപ്പി
പപ്പയെ വിളിക്കാൻ വേഗം. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ഹായ് ഫ്രണ്ട്സ്, ഇതെന്താ ഇവിടെ? ഹാപ്പി, ദേ ആ ബാസ്റ്റിൻ നമ്മുടെ പപ്പയുടെ മൂക്കിനിടിച്ചു. അയ്യോ, പാവം പപ്പ മൂക്ക് വേദനിച്ച് വീട്ടിലിരിക്കുക. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ കിട്ടി, ഐഡിയ കിട്ടി. ഹിം ഹും ഹാ. ദേ ചിക്കൻ ഫ്രൈ. ഇതെന്തിനാ? ആ പറയാം. യെസ്, ഗുഡ് ഐഡിയ. ഞാൻ വേഷം മാറാം. വാ നടക്ക്. ബാസ്റ്റിൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്. എന്താ എന്താ വേണ്ടത്? ബാസ്റ്റിൻ ചേട്ടൻ ഞങ്ങളുടെ പപ്പയുടെ മുഖത്ത് ഇടിച്ചല്ലേ? ഓ, അത് നിങ്ങളുടെ പപ്പയായിരുന്നോ? അയാളുടെ പല്ലിടിച്ച് കൊഴിക്കാനായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ നടന്നില്ല. ഒന്ന് കൊടുത്തപ്പോഴേ അയാൾ കാറെടുത്ത് വിട്ടുകളഞ്ഞു. ബാസ്റ്റിൻ അങ്കിളിനെ ദേഷ്യം പിടിപ്പിക്കുന്നതിൽ പപ്പയ്ക്ക് നല്ല വിഷമമുണ്ട്. അടുത്ത തവണ പല്ലിടിച്ചു കൊഴിക്കാൻ അങ്കിളിന് അവസരം തരാം എന്ന് പറയാൻ പറഞ്ഞു. ഇത് പപ്പ തന്നു വിട്ടതാ ഈ ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ ഇത് കഴിച്ചിട്ട് പപ്പയോട് ക്ഷമിക്കാൻ പറഞ്ഞു. ഇത് കഴിക്കൂ അങ്കിൾ, എന്നിട്ട് ഞങ്ങളുടെ പപ്പയോട് ക്ഷമിക്കൂ. ഇനി നിങ്ങളുടെ പപ്പയെ തല്ലാതിരിക്കാനുള്ള കൈക്കൂലിയാണല്ലേ ഈ ചിക്കൻ ഫ്രൈ? എന്തായാലും നിങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ, കഴിച്ചു കളയാം. എങ്കിൽ കഴിക്കൂ അങ്കിൾ. മുഴുവനും കഴിക്കേ. അല്ല, ഇനി ചിലപ്പോ ഇത് നിങ്ങളുടെ വല്ല ചതിയുമാണെങ്കിലോ? പപ്പയെ തല്ലിയതിന്റെ ദേഷ്യം തീർക്കാൻ. ഞങ്ങൾ അത്രക്കാരല്ല അങ്കിൾ. എന്നാലും എന്റെ ഒരു സമാധാനത്തിന് നിങ്ങളിൽ ഒരാൾ ഇതിൽ നിന്ന് അല്പം കഴിക്കണം. അതിനെന്താ, സീം ഒരു കഷ്ണം എടുത്ത് കഴിക്കൂ. വൗ, എന്താ ടേസ്റ്റ് അങ്കിൾ. ഒരു കഷ്ണം കൂടി എടുത്തോട്ടെ പ്ലീസ് അങ്കിൾ. ഇതിന് നല്ല ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. പ്ലീസ് അങ്കിൾ, ഞങ്ങൾക്ക് തരൂ. ഇവർക്ക് കൊടുത്താൽ പിന്നെ എനിക്ക് കിട്ടില്ല. അതെ, ഇതിനി ആർക്കുമില്ല. ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം. അയ്യോ, എന്ത് പറ്റി അങ്കിൾ? ഈ ജ്യൂസ് കുടിച്ചോളൂ. ഇങ്ങുതാ വേഗം. അയ്യോ, പോകുന്നു പല്ല് കൊഴിഞ്ഞ സിംഹം.